എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ് സുവോളജി എക്സാമിന് മുന്നോടിയായിട്ട് 2016 മുതൽ 2025 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചോദ്യം നോക്കാം. ഇത് ആനിമൽ ഫിസിയോളജിയിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. ചോദ്യം റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ 60 beats per minute. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ 60 beats per minute. 60 താഴെയാണ് ഹാർട്ട് ബീറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടീഷന് പറയുന്ന പേര് ഓപ്ഷൻ ബ്രാഡികാർഡിയ, ടാച്ചികാർഡിയ, ഫൈബ്രിലേഷൻ, നൺ ഓഫ് ദീസ്. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ബ്രാഡികാർഡിയ ഇസ് ദി റൈറ്റ് ആൻസർ. ഈ രണ്ട് ടേംസ് ആണ് വ്യക്തമായിട്ട് പഠിക്കേണ്ട. റിപ്പീറ്റിംഗ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. ബ്രാഡികാർഡിയ അതേപോലെ തന്നെ ടാച്ചികാർഡിയ. ബ്രാഡികാർഡിയ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ 60 beats per minute, അതായത് 60 താഴെ ഹാർട്ട് ബീറ്റ് വരുന്നത്. ടാച്ചികാർഡിയ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹാർട്ട് റേറ്റ് വിത്ത് ഗ്രേറ്റർ ദാൻ 100 beats per minute ആയിരിക്കും. നോർമലിനേക്കാളും വളരെയധികം കൂടുന്ന അവസ്ഥ. അതാണ് ടാച്ചികാർഡിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ 100 ബീറ്റ്സ് 100ൽ കൂടുതൽ. അപ്പൊ നോർമൽ നമുക്കറിയാലോ 72 ആണ് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വളരെയധികം കുറയുമ്പോൾ ഇറ്റ് ഈസ് ബ്രാഡികാർഡിയ, അതേപോലെ തന്നെ വളരെയധികം കൂടുമ്പോൾ ടാച്ചികാർഡിയ. ഈ രണ്ട് ടേംസും പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ബയോളജിയിൽ പാർത്തനോജനസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: when males are produced from unfertilized egg, it is termed as option teletoki, deuterotoki, archenotoki, all of these. സോ ഇവിടെ പാർത്തനോജനസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പാർത്തനോജനസിസ്. സോ പാർത്തനോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി asexual reproduction. അതൊരു asexual reproductionന്റെ ഒരു ഫോം ആണ് which result in the production of zygote from unfertilized egg. സൈഗോട്ട് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇതൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. സോ പാർത്തനോജനസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. തെലിറ്റോക്കി, ഡ്യൂട്ടറോട്ടോക്കി, അതേപോലെ തന്നെ അർഹനോട്ടോക്കി. അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. സോ തെലിറ്റോക്കി എന്താന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. തെലിറ്റോക്കി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. തെലിറ്റോക്കി. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാർത്തനോജനസിസ് വേർ ഫീമെയിൽ ഓഫ് സ്പ്രിങ്സ് ആർ ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. സോ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഫീമെയിൽ ആണെങ്കിൽ അതിനെ തെലിറ്റോക്കി എന്ന് പറയും. ഇപ്പൊ ഡ്യൂട്ടറോട്ടോക്കി ആണെങ്കിലോ it is a condition in which unfertilized egg develops into male and female. ഡ്യൂട്ടറോട്ടോക്കി എന്ന് പറയുമ്പോൾ മെയിലും ഫോം ചെയ്യാം, അതേപോലെ തന്നെ ഫീമെയിലും ഫോം ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് അർഹനോട്ടോക്കി? അർഹനോട്ടോക്കി എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ടൈപ്പ് ഓഫ് പാർത്തനോജനസിസിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഫോം ചെയ്യുന്നത് മെയിൽ ആയിരിക്കും. ഓക്കെ, സോ മൂന്ന് ടേംസും എന്താന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? when males are produced from unfertilized egg, it is termed as. സോ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, അർഹനോട്ടോക്കി is the right answer. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടേംസ് ആണ്. തെലിറ്റോക്കി ആൻഡ് അർഹനോട്ടോക്കി ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടേംസ്. സോ തെലിറ്റോക്കി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണ് ഫോം ചെയ്യുന്നത്. സോ ടി ഫീമെയിൽ ആണ്, അർഹനോട്ടോക്കി എ മെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം ജനറ്റിക്സിൽ നിന്നാണ്. ചോദ്യം ട്രൈസോമിക് കണ്ടീഷൻ അറ്റ് 18th chromosome is known as. ഓപ്ഷൻ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പറ്റാവു സിൻഡ്രോം, ക്രുഡുചാറ്റ് സിൻഡ്രോം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സെയിം ചോദ്യം തന്നെ ചോദിക്കണമെന്നില്ല. ഈ ഓപ്ഷൻ അനുസരിച്ചിട്ട് അത് മാറാം. ട്രൈസോമിക് കണ്ടീഷൻ 21ാമത്തെ ക്രോമസോം ആണെങ്കിൽ അതിനെ ഡൗൺ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമിക് കണ്ടീഷൻ അറ്റ് 18th chromosome ആണ്. പറ്റാവു സിൻഡ്രോം എന്ന് പറയുമ്പോൾ 13ാമത്തെ ക്രോമസോമിൽ ട്രൈസോമിക് കണ്ടീഷൻ ആണ് വരുന്നത്. ക്രുഡുചാറ്റ് സിൻഡ്രോം ആണെങ്കിൽ ട്രൈസോമി അല്ല, ഇറ്റ്സ് എ ഡിലീഷൻ ആണ്. ഡിലീഷൻ ഇൻ ദ ക്രോമസോം നമ്പർ 5. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? Trisomic condition at 18th chromosome, the right answer.
റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എഡ്വേർഡ് സിൻഡ്രോം ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നിന്നാണ്, എവല്യൂഷനിൽ നിന്നാണ് ഒരു ഭാഗം വരുന്നത്. ചോദ്യം ഡൈനോസോഴ്സ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഓപ്ഷൻ ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്, മീസോസോയിക്. ഇവിടെ ഈ ഒരു ഭാഗം മാത്രമാണ് ഒന്ന് പറയുന്നത്. ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ എറ മീസോസോയിക് വരുന്നുണ്ട്. മീസോസോയിക് ഇറ്റ്സ് എൻ എറ. ഓർക്ക മീസോസോയിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എറയാണ്. മീസോസോയിക്കിൽ വരുന്ന 3 പീരിയഡ്സ് ആണ് ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്. ട്രയാസിക്, ദെൻ അടുത്ത പീരിയഡ് ആണ്, അത് കഴിഞ്ഞ് വരുന്ന പീരിയഡ് ആണ് ജുറാസിക്, ദെൻ അടുത്തത് ക്രിട്ടേഷ്യസ്. സോ ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രിട്ടേഷ്യസ് പീരിയഡ്സ് ആണ്. ഇനി ഡൈനോസോഴ്സ് ഏത് പീരിയഡിലാണ് എക്സ്റ്റിൻക്ട് എന്നാണ് ചോദ്യം. അപ്പൊ അവർക്ക് കറക്റ്റ് 3 ഇങ്ങനെ ഓർഡറിലല്ലേ വരുന്നത്. സോ ട്രയാസിക് പീരിയഡിന്റെ പ്രത്യേകത ഡൈനോസോഴ്സ് ഈ ഒരു പീരിയഡിലാണ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്. ജുറാസിക് പീരിയഡിന്റെ പ്രത്യേകത ഈ ഒരു പീരിയഡിലാണ് ഡൈനോസോഴ്സ് ഡോമിനന്റ് ആയത്. സോ ക്രിട്ടേഷ്യസ് പീരിയഡിലാണ് ഡൈനോസോഴ്സ് എക്സ്റ്റിൻക്ട് ആയത്. അപ്പൊ ഇങ്ങനെ ഓർത്തു വയ്ക്കുക. സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാ വരുന്നത്? ഡൈനോസോഴ്സ് ബിക്കം എക്സ്റ്റിൻക്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ്. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റിൻക്ട് ആയത് ക്രിട്ടേഷ്യസ് പീരിയഡിലാണ്. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോമോലോഗസ് ഓർഗൻസ് ആർ. ഇത് എവല്യൂഷനിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് അവിടെ ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ് അങ്ങനെ 2 ടോപ്പിക്സ് അവിടെ വരുന്നുണ്ട്. കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷനിൽ വരുന്ന ടോപ്പിക്സ്. ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. സിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ, സിമിലർ ഇൻ ഒറിജിൻ ബട്ട് സിമിലർ ഇൻ ഫംഗ്ഷൻ. ഓപ്ഷൻ സി ഡിസിമിലർ ഇൻ ഒറിജിൻ ആൻഡ് സിമിലർ ഇൻ ഫംഗ്ഷൻ. ഓപ്ഷൻ ഡി ഡിസിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ. ആദ്യം ഹോമോലോഗസ് ഓർഗൻസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആകും. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലിംസ് ഓഫ് ഹ്യൂമൻ, അതേപോലെ തന്നെ വെയിൽ, ബാറ്റ്. ഇത് 3ഉം നമുക്കൊരു ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇത് 3 നോക്കുവാണെങ്കിൽ ഈ 3 സ്പീഷീസിന്റെ ഓർഗൻസ് ലിംസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഉണ്ട്, വെയിൽ ഉണ്ട്, ബാറ്റ് ഉണ്ട്. ഈ 3 സ്പീഷീസിന്റെയും ലിംസ് എടുക്കുവാണെങ്കിൽ 3ഉം സിമിലർ ആണ്, അനാറ്റമിക്കലി സിമിലർ ആണ്. പക്ഷേ അനാറ്റമിക്കലി സിമിലർ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന് 3നും സിമിലർ ഒറിജിൻ ആണ്. സിമിലർ ഒറിജിൻ മീൻസ് ദേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. അവിടെ കോമൺ ആൻസെസ്റ്റർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അനാറ്റമിക്കലി അവർക്ക് സിമിലർ സ്ട്രക്ചർ വരുന്നത്. പക്ഷേ ഇവരുടെ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ഡിഫറെന്റ് എന്ന് പറയുന്നത്? ഈ 3 സ്പീഷീസ് നോക്കിയേ. ആദ്യത്തേത് ഹ്യൂമൻ. ഹ്യൂമൻ എവിടെയാണ്? അല്ലെ നമ്മൾ കൂടുതലും ടെറസ്ട്രിയൽ ആണ്. ദെൻ രണ്ടാമത്തെ നോക്കുക വെയിൽ. വെയിൽ എന്ന് പറയുമ്പോഴേക്കും അത് പൂർണ്ണമായിട്ട് അക്വാട്ടിക് ആണ്. അപ്പൊ ഹ്യൂമൻസിന് ലിംസിലുള്ള ഫംഗ്ഷൻ അല്ല വെയിൽസിൽ വരുന്നത്, അല്ലെ? സ്വിമ്മിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ നോക്കാം ബാറ്റ്. ബാറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അത് ഫുൾ ഏരിയലാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ട്. ഫംഗ്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ദേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ, അല്ലെ? അവരുടെ ലിംസിനെല്ലാം സിമിലർ ഒറിജിൻ ആണ് വന്നിരിക്കുന്നത്. സോ ശരി ഉത്തരം ഏതായിരിക്കും ഇവിടെ? ഓപ്ഷൻ എ ആണല്ലോ, സിമിലർ ഇൻ ഒറിജിൻ. കോമൺ ആൻസെസ്റ്റർ ആണ് അവിടെ വരുന്നത്. ബട്ട് ദേ ഹാവ് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ. അടുത്ത ചോദ്യം സൈറ്റോളജിയിൽ വരുന്ന ഒരു ഭാഗമാണ്. സെൽ സൈക്കിൾ റിലേറ്റഡ് ചോദ്യമാണ്. റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ്. ആദ്യത്തെ ഓപ്ഷൻ M phase ഓഫ് സെൽ സൈക്കിൾ, രണ്ടാമത്തെ ഓപ്ഷൻ G1 phase ഓഫ് സെൽ സൈക്കിൾ ആൻഡ് ഓപ്ഷൻ സി G2 phase ഓഫ് സെൽ സൈക്കിൾ, ഓപ്ഷൻ ഡി S phase ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിളിലെ ഡിഫറെന്റ് ഫേസസ് നോക്കാം. G1 വരുന്നുണ്ട്, G1, ദെൻ അടുത്തത് S phase ആണ്, പിന്നെ അതിനുശേഷമാണ് G2 വന്നത്, ദെൻ M phase. ഇതിൽ M phase എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് ആണ്, മൈറ്റോസിസും അതേപോലെ തന്നെ മിയോസിസും. ഇതില് റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് എന്ന് പറയുന്നത് S phase ആണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് S phase. അതിന് റിലേറ്റഡ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സോ റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഇൻ S phase ഓഫ് സെൽ സൈക്കിൾ. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം എവല്യൂഷനിൽ തന്നെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ്.
ചോദ്യം ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ് ഇൻ കണക്ഷൻ വിത്ത് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഇവിടെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചോളണം. ഓപ്ഷൻ എ, allelic frequency at an autosomal locus in a population will not change from generation to generation. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, ഇൻഡിവിജ്വൽ ഓഫ് ദി പോപ്പുലേഷൻ എക്സിബിറ്റ് നോൺ റാൻഡം റേറ്റിംഗ് മ്യൂട്ടേഷൻ ആൻഡ് മൈഗ്രേഷൻ. അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അക്കോർഡിംഗ് ടു ദ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. അവിടെ എന്തൊക്കെയാ സംഭവിക്കേണ്ടത്? ഇറ്റ് എക്സിബിറ്റ് നോൺ റാൻഡം മേറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് റോങ് അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് നോൺ റാൻഡം മേറ്റിംഗ് അവിടെ എന്താ വരേണ്ടത്? റാൻഡം മേറ്റിംഗ് ആണ് അവിടെ വരേണ്ടത്. സോ ഇൻസ്റ്റെഡ് ഓഫ് നോൺ റാൻഡം മേറ്റിംഗ് അവിടെ വരേണ്ടത് എന്താണ്? റാൻഡം മേറ്റിംഗ് ആണ് വരേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻഡിവിജ്വൽസ് ഓഫ് ദി പോപ്പുലേഷൻ എക്സിബിറ്റ് മ്യൂട്ടേഷൻ ആൻഡ് മൈഗ്രേഷൻ. അപ്പൊ അത് റോങ് ആണ്. മ്യൂട്ടേഷൻ അവിടെ സംഭവിക്കാൻ പാടില്ല, അതേപോലെ തന്നെ മൈഗ്രേഷനും അവിടെ സംഭവിക്കാൻ പാടില്ല. ഈ കണ്ടീഷൻസ് എല്ലാം ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻസ് അല്ല. സോ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്താണ്? ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്ന ഒരു ലാർജ് പോപ്പുലേഷനിലാണ്. അവിടെ റാൻഡം മേറ്റിംഗ് ആണ്, അതേപോലെ തന്നെ അവിടെ ജീൻ ഫ്ലോ ഉണ്ടാവില്ല. അതായത് ദർ ഇസ് നോ നാച്ചുറൽ സെലക്ഷൻ, നോ മ്യൂട്ടേഷൻ, നോ ജനറ്റിക് ഡ്രിഫ്റ്റ്, നോ ജീൻ ഫ്ലോ. മ്യൂട്ടേഷനും മൈഗ്രേഷനും ഒന്നും അവിടെ സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി, genotypic frequency of a population are determined by allelic frequency in a predictable way. Option D, genetic equilibrium will be re-established within one generation of random mating. So ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം എക്കോളജി എന്നാണ് ഈ ഒരു ചോദ്യം വരുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന മ്യൂച്വലിസം, കമൻസാലിസം, പ്രിഡേഷൻ, അമൻസാലിസം ഈ 4 ടേംസ് ആണ്. അതിന്റെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. -0, +- +0, ++. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ. ഇപ്പൊ രണ്ടുപേരും ബെനിഫിറ്റഡ് ആയിരിക്കും. രണ്ട് ഓർഗാനിസംസ് മ്യൂച്വലിസത്തിന് ഇൻവോൾവ് ആണെങ്കിൽ ഈ രണ്ട് ഓർഗാനിസത്തിനും അത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മ്യൂച്വലിസം വരുന്നത് ഏതാണ്? ++ ഇന്ററാക്ഷൻ അല്ലേ രണ്ടുപേർക്കും ബെനിഫിറ്റ് വരുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്നത് 4 ആണ്. ഇനി അടുത്ത നോക്കുക, ബി കമൻസാലിസം ആണ്. കമൻസാലിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് +0 ആണ്. +0 ഒരാൾക്ക് ബെനിഫിറ്റ്, മറ്റൊരാൾക്ക് ബെനിഫിറ്റും ഇല്ല, ലോസും ഇല്ല. സോ +0 ഇന്ററാക്ഷൻ ആണ്. സോ ബി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് വരുന്നത്. ദെൻ അടുത്ത നോക്കുക, പ്രിഡേഷൻ. സോ പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ +- ഇന്ററാക്ഷൻ ആണ്. പ്രിഡേഷൻ +- ഇന്ററാക്ഷൻ ആയിരിക്കും. ഒരാൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും, മറ്റേ ആൾക്ക് അത് ലോസ് ആയിരിക്കും അല്ലെ. അതാണ് +- ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ സി എന്ന് പറയുന്നത് 2. ദെൻ ഫൈനലി നമുക്ക് അമൻസാലിസം. പിന്നെ ഒരെണ്ണം ബാക്കിയുള്ളത് ഏതാണ്? -0 ഇന്ററാക്ഷൻ ആണ്. അമൻസാലിസം -0 ഇന്ററാക്ഷൻ. സോ ഡി എന്ന് പറയുന്നത് -0 വരുന്നത് ഏതാണ്? 1 ആണ്. സോ A4, B3, C2, D1. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് A4, B3, C2, D1. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുല ഇസ് സീൻ ഇൻ ഇൻസെക്ട്? ഇത് ഡെവലപ്മെന്റൽ ബയോളജിന്ന് വരുന്ന ഒരു ഭാഗമാണ്. ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില് ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, ബ്ലാസ്റ്റുല സീൻ ഇൻ ഇൻസെക്ട്. ഓപ്ഷൻ സീലോ ബ്ലാസ്റ്റുല, ഓപ്ഷൻ ബി സ്റ്റീരിയോ ബ്ലാസ്റ്റുല, ഓപ്ഷൻ സി ഡിസ്കോ ബ്ലാസ്റ്റുല, ഓപ്ഷൻ ഡി പെരി ബ്ലാസ്റ്റുല. ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് ഇൻസെക്റ്റിൽ കാണുന്നത് പെരി ബ്ലാസ്റ്റുലയാണ്. ഈ ഒരു ചോദ്യം മാത്രമല്ല, ബാക്കി ഓപ്ഷൻസ് വരുന്നത് വെച്ചിട്ടും ചോദ്യം ചോദിക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല, ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. അടുത്ത ചോദ്യം ജനറ്റിക്സിൽ നിന്നാണ് വരുന്നത്. A gene influences 2 or more seemingly unrelated phenotypic trait is termed as. Option pseudogene, option B codominant, option C pleiotropic, ഓപ്ഷൻ ഡി ക്രിപ്റ്റിക് ജീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു ജീൻ, എ സിംഗിൾ ജീൻ ഇൻഫ്ലുവൻസസ് 2 or more seemingly unrelated phenotypic traits. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേറ്റ്, റിലേറ്റഡ് അല്ലാത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേറ്റിനെ ഒരു സിംഗിൾ ജീൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഫിനോമിന ഇസ് നോൺ ആസ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലിയോട്രോപ്പിക് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം ബയോഫിസിക്സിൽ നിന്നാണ്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ ലോക്കലൈസ് സെൽ സ്ട്രക്ചർ സ്റ്റെയിൻഡ് വിത്ത് ഫ്ലൂറോക്രോംസ്. ഓപ്ഷൻ ബി ടു സ്റ്റഡി സെൽസ് ആൻഡ് their components in a living state using a phase difference in light rays.
Option C for increasing resolving power. Option D for obtaining X-ray diffraction pattern of DNA. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ടു സ്റ്റഡി സെൽസ് ആൻഡ് ദ കോമ്പണന്റ്സ് ഇൻ എ ലിവിംഗ് സ്റ്റേറ്റ് യൂസിങ് എ ഫേസ് ഡിഫറൻസ് ഇൻ ലൈറ്റ് റേസ്. ബയോഫിസിക്സിൽ നിന്ന് ഫേസ് കോൺട്രാസ്റ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെം ആൻഡ് ടെം അത് രണ്ടും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഭാഗങ്ങൾ ബയോഫിസിക്സിൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമോസോം ഡ്യൂറിംഗ് മിയോസിസ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ്. ഓപ്ഷൻ ടീലോഫേസ്, ലെപ്റ്റോട്ടിൻ, മെറ്റാഫേസ്, പാക്കിറ്റിൻ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ പാക്കിറ്റിൻ ആണ്. അടുത്ത ചോദ്യം, സിക്കിൾ സെൽ അനീമിയ occurs as a result of mutation in the beta chain of globin gene resulting in a substitution of the amino acid. Option alanine for glutamine, glutamine for alanine, glutamine for valine, valine for glutamine. സിക്കിൾ സെൽ അനീമിയയുടെ കേസിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 6th അമിനോ ആസിഡിലാണ് ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ചോദ്യത്തിൽ അത് വന്നിട്ടില്ലെങ്കിൽ പോലും 6ാമത്തെ അമിനോ ആസിഡിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുമല്ലോ. നോർമൽ ഹീമോഗ്ലോബിനിൽ ഈ 6ാമത്തെ പൊസിഷനിൽ വരുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ ആണ്. ഓക്കെ, അപ്പൊ നോർമൽ കേസിൽ ഗ്ലൂട്ടാമിൻ ആണ്. സോ ഇവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മൂലം ഗ്ലൂട്ടാമിൻ ഇസ് റീപ്ലേസ്ഡ് വിത്ത് വാലിൻ. 6ാമത്തെ പൊസിഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിൻ അവിടെ വാലിൻ വരും. അപ്പൊ അവിടെ ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം സിക്കിൾ സെൽ അനീമിയ occurs as a result of mutation in the beta chain of globin gene resulting in a substitution of the amino acid valine for glutamine. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത് ഏതാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? വാലിൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിൻ അല്ലെ. ഗ്ലൂട്ടാമിൻ ആണ് അവിടെ ഒറിജിനലി വരേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിൻ അവിടെ വാലിൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇമ്മ്യൂണോളജി എന്നാണ് വരുന്നത്. ടി സെൽസ് ആർ റിലീസ്ഡ് ഫ്രം. ഇമ്മ്യൂണോളജിയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇമ്മ്യൂൺ സെൽസ് ടി സെല്ലും ബി സെല്ലും. ടി സെൽ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഓപ്ഷൻ തൈറോയിഡ്, ഓപ്ഷൻ ബി ടെൻഡൻ, ഓപ്ഷൻ സി തൈമസ്, ഓപ്ഷൻ ഡി ടിംപാനം. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലെ. ടി സെൽസ് റിലീസ് ചെയ്യുന്നത് തൈമസിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻ ഫിലാഡൽഫിയ ക്രോമസോം റിസൾട്ട് ഫ്രം ദി റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ ക്രോമസോം നമ്പേഴ്സ്. ഓപ്ഷൻസ് 10 and 20, 9 and 20, 9 and 22, 3 and 11. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് 9 and 22 ആണ്. സോ ഫിലാഡൽഫിയ ക്രോമസോം ഈ ഒരു ക്രോമസോം നമ്പർ മാത്രമല്ല, ഫിലാഡൽഫിയ ക്രോമസോമിനെ ബേസ് ചെയ്തിട്ട് വേറെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം എപ്പോഴും തലവിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of linkage group in an organism is always equal to. Option number of X chromosome, number of Y chromosome, number of bar body. Option D haploid number of chromosome. ഇവിടുത്തെ ശരി ഉത്തരം the number of linkage group in an organism is always equal to the haploid number of chromosome ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഷൈൻ-ഡാൽഗാർനോ സീക്വൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്. മോളിക്കുലാർ ബയോളജിയിൽ വരുന്നതാണ്, ട്രാൻസ്ലേഷൻ വരുന്ന ഒരു ടേം ആണ്. സോ ഷൈൻ-ഡാൽഗാർനോ സീക്വൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ, റീകോമ്പിനേഷൻ. വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. വെരി സിമ്പിൾ. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ട്രാൻസ്ലേഷൻ.